നമ്മുടെ 7 ഡേയ്സ് കഞ്ഞിവെള്ളം ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 5 ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് മുടി കൊഴിച്ചിലും താരനും കുറയ്ക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഒരുപാടൊന്നും ആവശ്യമില്ല കേട്ടോ. ഒരു 3 തണ്ട് ആ ഒരു അളവിൽ നമ്മൾ കറിവേപ്പില എടുത്താൽ മതി. പിന്നെ കറിവേപ്പില നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ട് ഇല്ല എന്നാണെങ്കിൽ അതിൻ്റെ പൗഡർ ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. കറിവേപ്പിലയുടെ കൂട്ടത്തിൽ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് പേരയിലയാണ്. പേരയില തളിരിലയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ തളിരില ഇല്ലാന്നുണ്ടെങ്കിൽ മൂത്തയില എടുക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. പേരയിലയുടെ അളവ് പറയുകയാണെങ്കിൽ ഒരു 4 എണ്ണം ആ ഒരു അളവിൽ എടുത്താൽ മതി. അപ്പോൾ ഇതാ പേരയില എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് ഇന്നത്തെ പാക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പറിച്ചുകൊണ്ട് വന്നിട്ടുള്ള പേരയിലയും കറിവേപ്പിലയും ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പേരയിലേക്ക് ഒന്ന് പിച്ചിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ പേരയില ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെയാണ് കറിവേപ്പില. കറിവേപ്പില നമ്മൾ തണ്ട് കളഞ്ഞിട്ട് അതിൻ്റെ ഇല മാത്രമായിട്ട് എടുത്താൽ മതി. കറിവേപ്പില നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ കറുപ്പ് തരാനും മുടി വളരാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി ഞാനിവിടെ ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു അളവിൽ എടുത്താൽ മതി. ചെറിയ ഉള്ളി നമുക്ക് ഹെയർ ഫോൾ കുറയ്ക്കാനും താരം കുറയ്ക്കാനും നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള ഉപയോഗിക്കാം. സവാളയാണെങ്കിൽ വലുതാണെങ്കിൽ ചെറിയ കഷ്ണം ഉപയോഗിക്കാം, ചെറുതാണെങ്കിൽ ഒരെണ്ണം ഉപയോഗിക്കാം. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിൽ എന്തെങ്കിലും തരത്തിൽ ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ഏറ്റവും നല്ലതാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരുപാട് അളവിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിവിടെ ഒരു തവിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഈ ഒരു അളവിൽ മതിയാവും. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പാക്ക് ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാക്ക് കുറഞ്ഞ അളവിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. ആ ഒരു അളവിൽ മതി. നമ്മൾ ഇന്നത്തെ പാക്ക് മുടിയിലൊന്നും തേക്കുന്നില്ല, സ്കാൽപ്പിലാണ് നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു അളവിൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു പൊടി പോലും ഇല്ലാതെ നമ്മൾ പാക്ക് ഉപയോഗിക്കുന്നതാണ് കേട്ടോ നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. കാസ്റ്റർ ഓയിലാണ്. കാസ്റ്റർ ഓയിൽ ഒരു കൂടിയ അളവിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിവിടെ ഒരു 1/4 സ്പൂൺ അളവിലാണ് കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. കാസ്റ്റർ ഓയിൽ നിങ്ങളുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ കാസ്റ്റർ ഓയിൽ നിങ്ങൾ എന്തായാലും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സ്കാൽപ്പിൽ നന്നായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് തേക്കുന്ന ഒരു കോട്ടനൊക്കെ ഉപയോഗിച്ചിട്ട് തേക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. നമ്മളിങ്ങനെ കൈ ഉപയോഗിച്ച് തേക്കുമ്പോൾ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവണമെന്നില്ല. അപ്പോൾ ഒരു കോട്ടനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ പാക്ക് തേക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. സ്കാൽപ്പിൽ ഓരോ മുടി സെക്ഷനായിട്ട് എടുത്തിട്ട് സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ പാക്ക് നമുക്ക് മുടിയിലേക്ക് തേക്കേണ്ട ആവശ്യമില്ല. മുടിയിലേക്ക് തേച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്കാൽപ്പിൽ തേക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. നിങ്ങൾക്ക് നെറ്റികയറൽ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നെറ്റികയറൽ എന്ന് പറയുമ്പോൾ പാരമ്പര്യമായിട്ട് കയറിയ നെറ്റിയല്ല ഉദ്ദേശിച്ചത്. നെറ്റിയിൽ മുടി ഉണ്ടായിട്ട് പൊഴിഞ്ഞു പോയവർക്ക് അവിടെ പുതിയ മുടി വളരാനായിട്ട് ഈ പാക്ക് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പാക്കിൽ ഇഞ്ചി ചേർത്തിട്ടുണ്ട്, ചെറിയുള്ളി ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ഹെയറിന് റീഗ്രോത്ത് തരാൻ സഹായിക്കുന്നതാണ്. നമ്മുടെ സ്കാൽപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ നന്നായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കാൽപ്പ് ക്ലിയർ ആയിരുന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ട് മുടി വളരാനും മുടി കൊഴിച്ചിലും താരനും കുറയ്ക്കാനൊക്കെ ഈ പാക്ക് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ടൊന്ന് തേച്ച് കഴിഞ്ഞിട്ട് കൈ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വലിയ രീതിയിൽ ഹെവി ആയിട്ട് മസാജ് ചെയ്യരുത്. നനഞ്ഞ മുടി മസാജ് ചെയ്ത് കഴിഞ്ഞാൽ മുടി പൊട്ടിപ്പോവും. അപ്പം സ്കാൽപ്പിൽ എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ആക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ കൈ ഉപയോഗിച്ച് ചെറിയ രീതിയിൽ ഒരു മസാജിങ് കൊടുത്തിട്ട് മുടി കെട്ടി വെക്കാം. അപ്പോൾ ഇതുപോലെ സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വെച്ചിട്ട് കഴുകുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കഴുകുന്ന കാണിക്കുന്നില്ല. ഷാമ്പോ താളി ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി എടുത്താൽ മതി. പിന്നെ പാക്ക് തേക്കുന്നതിന് മുമ്പായിട്ട് ഓയിൽ തേക്കുന്ന കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓയിൽ തേച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ പാക്കിൽ കാസ്റ്റർ ഓയിൽ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ പാക്കിൽ കാസ്റ്റർ ഓയിൽ ചേർക്കാതെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ കുറഞ്ഞ അളവിൽ കുറച്ചെടുത്തിട്ട് സ്കാൽപ്പിൽ മുടിയിലൊന്ന് തേച്ചിട്ട് പാക്ക് തേക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഡ്രൈ ആയിട്ടുള്ള ഹെയറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പാക്ക് തേച്ച് കൊടുക്കരുത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ആണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മുടി കൊഴിച്ചിലും താരനും കുറയ്ക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പാക്കാണ്. മുടി കൊഴിച്ചിലും താരനും പ്രശ്നമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.